ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മോട്ടറും ഉണ്ടാകും, അതേപോലെ വാട്ടർ ടാങ്കും ഉണ്ടാകും. നമ്മളൊക്കെ പ്രധാന പ്രശ്നം, നമ്മളിത് മോട്ടർ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ടാങ്ക് നിറഞ്ഞാൽ നമ്മൾ ഓഫാക്കാൻ മറന്നു പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ വർക്കിങ്ങും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ച ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബോക്സിൽ വരുന്നത് 3 സെൻസറുകളാണ്. ഇതിന് ഓരോ കളറുകളാണ്. ഓരോ കളറിൻ്റെയും എങ്ങനെയൊക്കെ കണക്ട് ചെയ്യേണ്ടതെന്ന് അവിടെ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ് ന്യൂട്രൽ, അതുപോലെ ഇൻപുട്ടായിട്ട് ഫേസ് ന്യൂട്രലും ഔട്ട്പുട്ട് മോട്ടറിലേക്കുള്ളത്, പിന്നെ നമ്മുടെ സെൻസറും, അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ ഇതേപോലെ ടാങ്കിൽ കണക്ട് ചെയ്യുക. ഏറ്റവും താഴെ വരണം, നടുക്ക് വരണം, ഏറ്റവും മേലെ വരണം. ഇപ്പോൾ നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടർ ഓണാക്കി നോക്കാം. മോട്ടർ ഓണാക്കുമ്പോൾ ഇതുപോലെ ഗ്രീൻ ലൈറ്റ് കത്തും. നമ്മുടെ ടാങ്കിൽ വെള്ളം ആവുന്നുണ്ട്. വെള്ളം ഓരോ സെൻസറിൽ തട്ടുന്നതനുസരിച്ച് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ലഭിക്കും കേട്ടോ. നമുക്ക് നിശ്ചയിക്കാം എത്ര ലെവൽ വേണം, വെള്ളം എത്ര വേണം നമ്മുടെ ടാങ്കിൽ നിന്ന്. ഇതായത് മോട്ടർ ഓൺ ആയിട്ടുണ്ട്, ഓരോ ലൈറ്റുകൾ ഇങ്ങനെ കത്തുന്നുണ്ട്. ഏറ്റവും ലെവൽ മേളിലുള്ള സെൻസർ തട്ടുമ്പോൾ മോട്ടർ തനിയെ ഓഫ് ആയിക്കോളും. ഇപ്പോൾ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്, പൈപ്പിൽ വന്നിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. ഈ ലെവൽ ഇതാണ്ടോ, ആ സെൻസറിൻ്റെ മുട്ടി ഇതാ മോട്ടർ ഓഫായി കണ്ടോ. ഈ ലെവലിൽ എപ്പോഴും നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ വർക്കിങ്.